ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അൺഫിൽറ്റേഡ് ചാനൽ ബൈ അഭിനന്ദ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രൊജക്ഷനെ പറ്റിയിട്ടാണ്. പ്രൊജക്ഷൻ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? Projection is when people transfer their own insecurities and dissatisfaction onto someone else, especially when they can't handle or face it within themselves. അതായത് നമുക്ക് ലൈഫിൽ കിട്ടാണ്ട് പോയ ചില കാര്യങ്ങൾ ബാക്കിയുള്ളവരത് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ട്രിഗറാവും. നമുക്ക് അവരെ കുറ്റം പറയാൻ തോന്നും. ഓൾ അങ്ങനെയാണ്, ഓൻ ഇങ്ങനെയാണ് എന്നെല്ലാം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും. അത് നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്നതായിരിക്കില്ല ചിലപ്പോൾ. ഗുഡ് ഫ്രണ്ട്സ്, ഗുഡ് മൊമെൻറ്റ്സ്, നല്ല മെമ്മറീസ്, ട്രാവലിംഗ്, നല്ല വൈബുള്ള ആൾക്കാർ, ഇതെല്ലാം എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല. ഇതെല്ലാം ബാക്കിയുള്ളവർ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ അപ്പം നമുക്ക് എന്താവും, ട്രിഗറാവും. നമ്മളിങ്ങനെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചില ആൾക്കാരുണ്ട്. ഒരു 100-ൽ 1-2% അത്രേ ഉള്ളൂ, വളരെ കുറച്ചേലും. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന സ്റ്റാറ്റസ് സ്റ്റോറീസ് എല്ലാം കാണുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ട്രിഗറാവും. ഇവർക്കിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തോന്നും, എന്തെങ്കിലും ആയിട്ട് പറയാനുണ്ടാവും. ഞാൻ ആരെയും ഡിസ്റ്റർബ് ആക്കുന്നില്ല, ഞാൻ ആരുടെ കാര്യത്തിലും അനാവശ്യമായിട്ട് തലയിടാൻ പോകുന്നില്ല, ആരെയും കുറ്റം പറയാനും പോകുന്നില്ല. ഞാൻ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കണ്ടെത്തി ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഇവർക്കെല്ലാം എന്നാൽ എത്രമാത്രം പ്രശ്നം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആം ഐ ഡൂയിങ് എനിത്തിങ് റോങ്? ബട്ട് ദ റിയൽ പ്രോബ്ലം അതല്ല. അവർക്കൊന്നും കിട്ടാത്തൊരു ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് ട്രിഗറാവുന്നത്. അവർക്കൊന്നും ഇല്ലാത്തൊരു സമാധാനം എനിക്കുണ്ട്. അവർ സ്വന്തം ലൈഫ് എൻജോയ് ചെയ്യാൻ പഠിക്കുന്നതിന് പകരം ഇങ്ങനെ മറ്റുള്ളവരുടെ ലൈഫിലെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കും, ഓരോ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് നിൽക്കും. നമ്മളതൊന്നും കാര്യമാക്കാണ്ട് നമ്മളെ ലൈഫ് എൻജോയ് ചെയ്യുക, ലൈഫ് മാക്സിമം അടിപൊളിയായിട്ട് ഫ്രീ ആയിട്ട് മനസ്സ് നിറഞ്ഞ് എൻജോയ് ചെയ്യുക. So, when things they never allowed themselves to have, like peace, freedom, happiness, start showing up to your life. അപ്പോൾ അവർക്ക് കിട്ടാണ്ട് പോയ കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പം അവർ ഇൻസെക്യൂരിറ്റീസ് നമ്മളെ മേലെ പ്രൊജക്റ്റ് ആവുന്നു, അത്രയേ ഉള്ളൂ. ആൻഡ് വൺസ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ സ്റ്റോപ്പ് ടേക്കിംഗ് ഇറ്റ് പേഴ്സണലി. കാരണം പ്രൊജക്ഷൻ ഒരിക്കലും എൻ്റെ ഭാരമല്ല, അത് അവർ ഹീൽ ചെയ്യാണ്ട് വിട്ട കാര്യങ്ങളുടെ റിഫ്ലക്ഷനാണ്. സോ കുറ്റം പറയുന്നവർ മനസ്സിലാക്കുക, നിങ്ങളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പ്രൊജക്റ്റ് ആവുന്നത് നിങ്ങൾ ശരിക്കുള്ള സ്വഭാവമാണ്, നിങ്ങൾ ഇൻസെക്യൂരിറ്റീസാണ്. സോ കുറ്റം പറയൽ നിർത്തിയിട്ട് സ്വന്തം ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങുക. ഈ പീസ്ഫുള്ളായിട്ടുള്ള ലൈഫൊന്നും ഇങ്ങനെ സ്വിച്ച് ഇട്ടാൽ ഉണ്ടാകുന്നതൊന്നുമില്ല. ദർ ആർ സം എഫേർട്സ്. നമുക്കുണ്ടായ ട്രോമകളും സങ്കടങ്ങളും എല്ലാം കഷ്ടപ്പെട്ട് ഹീൽ ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനൊരു സ്റ്റേജിലെത്തുന്നത്. സോ നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സ് എന്താണ്, നിങ്ങൾക്കുണ്ടായ ട്രോമാസ് എന്തെല്ലാമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ഹീൽ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് പ്രൊജക്ഷൻ ഇല്ലത് നമുക്ക് സ്വയം തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല. സോ നമുക്കിങ്ങനെ വേറെ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്. സ്വയം കണ്ടെത്തി ഹീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഒരു ജീവിതമല്ലോ അതിങ്ങനെ കുറ്റം പറഞ്ഞും അസൂയപ്പെട്ടും കുശുമ്പ് പിടിച്ചെല്ലാം വേസ്റ്റ് ചെയ്യാണ്ട് എൻജോയ് ചെയ്യും. നമ്മൾ കാരണം എന്തിനാണ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്? അവരുടെ ഇഷ്ടത്തിന് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കട്ടെ. ഇനി ഇതുപോലെയുള്ള ക്രിറ്റിസിസം ഫേസ് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരെ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിങ്ങൾ കുറ്റം ചെയ്യുന്നത് കൊണ്ടാവണമെന്നില്ല. മേ ബി അവർ ജീവിക്കാൻ വേണ്ടി ഭയപ്പെടുന്ന ഒരു ലൈഫ് നിങ്ങൾ ജീവിക്കുന്നത് കാണുമ്പോഴായിരിക്കും. പീപ്പിൾ ആർ കണ്ടീഷൻ. അവർ ചെറുപ്പം തൊട്ടേ ഓരോന്ന് കേട്ട് വളർന്നതായിരിക്കും. സോ പെട്ടെന്ന് ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. വലുതാകുന്നത് ഒരു അച്ഛനും അമ്മക്കും വേണ്ടി ജീവിക്കണം, വലുതായി കഴിഞ്ഞാൽ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിക്കണം എന്ന് കേട്ട് വളർന്നവരായിരിക്കും അധികം. സോ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒന്നും നോക്കാൻ വേണ്ടിയിട്ടൊന്നും ഇവർക്ക് ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്ക് സ്വയം നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുക, നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പിന്നെ എവറിത്തിങ് വിൽ ഫോൾ ഇൻ ടു പ്ലേസ്. അപ്പോൾ സ്റ്റേ healthy, stay happy. Bye from Unfiltered Channel by Abhinanda.